I want to thank you from my heart for all the love you have given my brother. For the kindness and grace you have shown him. He has struggled against a politics of hatred and anger for the last 10 years. And for 5 years in this struggle, no matter what he has gone through, whether they have thrown him out of parliament, whether they have thrown him out of his house, whether they have attacked him, called him names, and accused him of all sorts of things which he has not done, he has always known in his heart that he is loved by the people of Wayanad. Yes. And that has given him the strength to carry on and given him the courage to keep fighting every day of his life for what is right. നിങ്ങൾ ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചില്ല, എന്നെ കേൾക്കാൻ വന്നതിൽ നിങ്ങളോട് നന്ദിയുണ്ട്. അതുമാത്രമല്ല, ഇത്ര നാൾ എൻ്റെ സഹോദരന് നിങ്ങൾ കൊടുത്ത സ്നേഹത്തിന്, അദ്ദേഹത്തോട് കാണിച്ച കാരുണ്യത്തിന്, സ്നേഹത്തിന് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളായി അദ്ദേഹം ഒരുപാട് അപഹസിക്കപ്പെട്ടിട്ടുണ്ട്, ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി തെറ്റിദ്ധാരണജനകമായ വാർത്തകൾ പരത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ സംഭവിച്ചപ്പോഴും അദ്ദേഹം പിന്മാറിയില്ല. അദ്ദേഹത്തിൻ്റെ ധൈര്യം എന്ന് പറയുന്നത് വയനാട്ടിലെ ജനങ്ങൾ നൽകിയ സ്നേഹമായിരുന്നു, നിങ്ങൾ നൽകിയ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ കരുത്ത്. So from my whole family to all of you, my extended family, I want to express my deep felt gratitude and thank you for all your love and your affection. എൻ്റെ കുടുംബത്തിൽ നിന്നും, എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളിൽ നിന്നും, എൻ്റെ ഒരു വലിയ കുടുംബമായ നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഞങ്ങളുടെ സ്നേഹവും കടപ്പാടും നിങ്ങളോട് അറിയിക്കാൻ